നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മുടെ ഭാരത മഹാരാജ്യത്ത് അതല്ലെങ്കിൽ ദേവ രാജ്യമായിട്ടുള്ള മഹാഭാരതം, ഈ ഭാരതത്തിലേക്ക് അധിനിവേശം നടത്തിയിട്ടുള്ള എല്ലാ മതസ്ഥരും ആദ്യം ചെയ്തിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരേ ഒരു കാര്യമായിരുന്നു: നമ്മുടെ ക്ഷേത്ര സംസ്കാരം തകർക്കുക, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഇസ്ലാം അധിനിവേശം നടത്തിയപ്പോഴായാലും ക്രിസ്ത്യൻസ് നടത്തിയപ്പോഴായാലും ഏതൊക്കെ രീതിയിലാണ് ക്ഷേത്ര സംസ്കാരത്തിൽ അവരൊക്കെ നടത്തിയ പിടിമുറുക്കലുകൾ ചെറുതായിരുന്നില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഞാൻ ഇവിടെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോ നമ്മൾക്ക് അയച്ചു തന്നത് തലങ്ങും വിലങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഒന്ന് തിരിച്ചും മറച്ചൊക്കെ ഇത് കാണേണ്ടി വരും. 1 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് ഓടി തിരിച്ചു വരേണ്ടതുണ്ട്. അത്രയ്ക്കുണ്ട് ഈ വീഡിയോയുടെ പ്രാധാന്യം. കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വീഡിയോ എടുക്കാനെന്താ അന്റെ ഫോണ് കണ്ട് ഞാൻ വീഡിയോ എടുക്കും. അമ്പലത്തിന്റെ പരിപാടിയില് അമ്പലത്തിന്റെ സ്ഥലത്ത് എടുത്തോട്ടെ. ആയിക്കോട്ടെ, ഫോട്ടോ ഓക്കെ. നമ്മൾ പറഞ്ഞോ ദേശം ബോർഡിന്റെ സ്ഥലത്ത് CPM പരിപാടിയാ. ഇതെന്താ ഇത്? എടുക്ക് നല്ല എടുക്കാം. ഞാൻ മുമ്പ് തന്നെ അതിന്റെ ഇടക്ക് ഒരാള് കയ്യാങ്കളി പിന്നെ വീഡിയോ എടുക്കരുത്. എന്നാ പിന്നെ എടുത്തിക്കാൻ ആയോ? എടുക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തില്ല പിന്നെ ഭയങ്കര പ്രശ്നം. സമ്മേളനം നടത്താൻ നിങ്ങളെ സ്ഥലത്ത് നടത്തണ്ട്, അമ്പലത്തിലല്ല. എന്ത് പെർമിഷൻ? ഒരു പെർമിഷൻ, എന്ത് പെർമിഷൻ? നമുക്ക് പ്രശ്നമില്ല. ഒന്ന് പോരായിരുന്നു നീല കന്നാല്. ഇല്ല, അമ്പല കട്ടുപിടിക്കുന്നു ഇങ്ങോട്ട് പറ്റുന്നടാ. ഇത് കാര്യം മനസ്സിലായല്ലോ. മറ്റൊന്നുമല്ല, ഇത് എവിടെ നടന്നെന്നറിയാമോ? തൊടിക്കുളം അമ്പലത്തിലാണ്. തൊടിക്കുളം അമ്പലത്തിൽ CPM നടത്തിയ കമ്മിറ്റിയാണ് അവന്റെയൊക്കെ സമ്മേളനം എന്നൊക്കെ വിളിക്കുന്ന ബ്രാഞ്ച് സമ്മേളനം, മറ്റേ സമ്മേളനം, ഈ സമ്മേളനം, ബൂത്ത് സമ്മേളനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത്തരത്തിൽ തൊടിക്കുളം എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് അമ്പലമാണെന്ന് പറയുന്നു ഇത്. അത്തരത്തിൽ തൊടിക്കുളം അമ്പലത്തിൽ നടത്തിയ CPIM-ന്റെ വലിയ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. നോക്കൂ, ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്ഷേത്ര സംസ്കാരം നശിപ്പിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ. ഈ ഹൈന്ദവരുടെ ആ ഹൈന്ദവ സംസ്കാരം, ക്ഷേത്ര സംസ്കാരം അതിൽ പിടിമുറുക്കിയാൽ മാത്രമേ ഇവന്മാരേക്ക് ഈ കമ്മ്യൂണിസത്തിലേക്ക് ആളുകളെ കിട്ടുകയുള്ളൂ, ഇസ്ലാമിസത്തിലേക്ക് ആളുകളെ കിട്ടുകയുള്ളൂ. എന്തിനേറെ വരുന്നു, ഇവിടെ മതം മാറ്റം ഏറ്റവും കൂടുതൽ നടത്തുന്ന ക്രിസ്തീയ സഭകളുണ്ടല്ലോ, പെന്തക്കോസ്ത് അടക്കമുള്ള ഒട്ടേറെ സഭകളുണ്ടല്ലോ. ഇവർക്കൊക്കെ നമ്മുടെ ക്ഷേത്ര സംസ്കാരം തകർത്താൽ, നശിപ്പിച്ചാൽ മാത്രമേ അവരുടെ മതത്തിലേക്ക് എണ്ണം കൂട്ടിക്കൊണ്ട് വിദേശ ഫണ്ട് കളക്ട് ചെയ്യാനും ഇവിടെ ആളെ കൂട്ടിക്കൊണ്ട് ഞമ്മൻ ശക്തി പ്രാപിച്ചു എന്ന് കാണിക്കാനും ആളെ മതം മാറ്റുന്ന ആ ഒരു പരിപാടി ഉണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരേ ഒരു സംവിധാനമാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും ചെയ്യുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകളിൽ ഇസ്ലാമിക ജിഹാദികളും മതം മാറ്റ ലോബികളും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തൊടിക്കുളം അമ്പലത്തിൽ നടത്തിയിട്ടുള്ള ഈ ശുദ്ധ ചെറ്റത്തരം എന്ന് പറയേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, ഇവിടെ RSSന്റെ ശാഖകളെ കുറിച്ച് അറിയാം. ഇന്നിപ്പോൾ RSSന്റെ ശാഖ കൃത്യമായിട്ടും RSSന്റേതായിട്ടുള്ള ആ പരിസരങ്ങളിലൊക്കെയാണ് നടക്കാറ്. ആദ്യകാലങ്ങളിലൊന്നും അത്ര കണ്ട് RSSലേക്ക് ആളുകൾ വരാത്തത് കൊണ്ട് തന്നെ, അതിന് അത്ര കണ്ട് ശാഖ നടത്താനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ക്ഷേത്ര അതല്ലെങ്കിൽ അമ്പലങ്ങളുടെ ചെറുകിട അമ്പലങ്ങൾ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ഇവരുടെയൊക്കെ ആ അമ്പല മൈതാനത്ത് ശാഖ നടത്തിയതൊക്കെ നമ്മൾക്കറിയാം. എന്താണ് ശാഖയിൽ നടക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്ന് വന്നതാണ്. എന്റെ ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോഴും സഖാക്കന്മാരാണ്. അതും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന സഖാക്കന്മാർ വരെ ഉണ്ട് പ്രാദേശികമായിട്ട്. പക്ഷെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്കറിയാം എന്താണ് ശാഖയിൽ നടക്കുന്നതെന്നും. എന്റെ മകൻ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോൻ ശാഖയ്ക്ക് പോകുന്നുണ്ട്. ഞാനും പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്റെ ജോലി ഇത്തരത്തിലുള്ള ജോലി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ വലിയ ആഗ്രഹമുണ്ട് താനും എല്ലാ ആഴ്ചയിലും പോകണമെന്നൊക്കെ. പക്ഷെ നടക്കുന്നില്ല. എന്തായാലും എന്റെ മോനിലൂടെ ഞാൻ ആ ഒരു ആഗ്രഹം പൂർത്തീകരണം നടത്തുന്നുണ്ട്. ശാഖയിൽ പോകുന്നവർക്ക് പോയാൽ അറിയാൻ പറ്റും അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതും ദേശസ്നേഹം, രാജ്യസ്നേഹം
സ്നേഹം, തന്റെ പെറ്റമ്മയേക്കാൾ പവിത്രമായി, പെറ്റമ്മയേക്കാൾ വലുത് തന്റെ ഈ കാലുറപ്പിച്ചു നിൽക്കുന്ന ഭാരത ഭൂമിയാണെന്നും പഠിപ്പിക്കുന്ന ആ സംസ്കാരത്തെയാണ് ഇവിടെ RSS ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകളും മറ്റുള്ളവരുമൊക്കെ ക്ഷേത്രങ്ങളിൽ ഇത്തരം ചെറ്റത്തരങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഹിന്ദുവെ നീ മനസ്സിലാക്കുക, നിന്റെ പതനം, നിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിക്കല്ലിന്റെ തുടക്കമാണ് ഈ സമ്മേളനം എന്ന് പറയേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിലൂടെ ആയാലും അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ നാട്ടിലെ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള കമ്മിറ്റികളാണെങ്കിൽ ആ കമ്മിറ്റികളിലൂടെയൊക്കെ വലിഞ്ഞു കയറിക്കൊണ്ട് അമ്പലത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നതെന്ന് എന്തിനാണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണിത്. ഇവന്റെയൊക്കെ ആ ചെറ്റത്തരങ്ങൾ നടത്താനുള്ള സ്ഥലമാക്കി മാറ്റാൻ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുക. അത് ഈ പാവം പിടിച്ച ഹിന്ദുവിന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് തന്നെ അവന്റെ സംസ്കാരം, അവന് തോന്നുകയാണ് ഈ ചിന്ത, അതായത് ഇതാണല്ലോ ക്ഷേത്രം, ഇത്രയാണല്ലോ ക്ഷേത്രം. അത് ഇസ്ലാമിസ്റ്റുകളും ഇവിടുത്തെ സഭകളും ഒക്കെ നടത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മതം മാറ്റാൻ വേണ്ടി നിന്റെ മതത്തിന്റെ ഇത് ഇത്രയേ ഉള്ളൂ, ഞമ്മന്റെ മതം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മതം അങ്ങോട്ട് ഉയർത്തിക്കാട്ടുക. എന്നാൽ ഹിന്ദുവിന്റെ കമ്മ്യൂണിറ്റി, ഹിന്ദുവിന്റെ മതം, സംസ്കാരമുണ്ടല്ലോ, അതിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് മതം മാറ്റം നടത്തുക എന്നൊക്കെ നമ്മൾക്കറിയാം. ഇത്തരത്തിൽ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചെറ്റകളും കാട്ടുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് ചെറ്റകൾക്ക് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം നശിപ്പിക്കണം, അവന്റെ സംസ്കാരം നശിപ്പിക്കണം, അവന്റെ കുലം, ജാതി ഇതൊക്കെ നശിപ്പിച്ച് അവന് വെറും ഒരു ആർക്കും തട്ടിക്കളിക്കാവുന്ന വെറും ഒരു അടിമയാക്കി മാറ്റണം. അതിനാണ് ഇവർ ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തെ. ഇത്തരത്തിൽ എന്ന് പറയേണ്ടതുണ്ട്. ഇനി ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ക്രൈസ്തവ പള്ളി, ചർച്ച് എന്ന് പറയും പള്ളി, മുസ്ലിം പള്ളി, ഈ ഇസ്ലാമിന്റെയും ക്രൈസ്തവരുടെയും ആരാധനാലയങ്ങളിൽ ഈ CPM-ന്റെ ഈ ചെറ്റത്തരം നടക്കുന്നത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലെന്നേ. അത് അവന് വിവരം അറിയാം. അവന്റെ മുട്ടുംകാല് തല്ലി ഒടിക്കാൻ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുണ്ട്. ജോസഫ് മാഷൊക്കെ ജീവിച്ചിരിക്കുന്ന ആ ഒരു ഉദാഹരണമായി നമ്മുടെ മുൻപിലുണ്ട്. വെറും അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതും പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഏതോ ഒരു സുഡാപ്പി എഴുതിയ നോവൽ, ആ നോവലിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് അദ്ദേഹം ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയപ്പോൾ ആ നോവലിൽ വന്നിട്ടുള്ള മുഹമ്മദ് എന്ന ഭാഗം അതേപോലെ ഇതിൽ പകർത്തിയപ്പോൾ നോവൽ എഴുതിയ കുഞ്ഞബ്ദുള്ളയ്ക്ക് കുഴപ്പമില്ല, ആ സുഡാപ്പിയെ അല്ല ഇസ്ലാമിക ജിഹാദികൾ ഉപദ്രവിച്ചത്. ആ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി അദ്ദേഹത്തിന്റെ മകനെ വളരെ മൃഗീയമായി ഉപദ്രവിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അവസാനം തൂങ്ങി മരിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ ജോലി ഈ സഭ കോളേജിൽ നിന്ന് തന്നെ, ന്യൂമാൻസ് കോളേജ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഭ നടത്തുന്ന ആ സഭ അവസാനം അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റും തടഞ്ഞു വെച്ചുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ കാല് നക്കാൻ പോയ സഭകളുടെയൊക്കെ ആ മഹത്വമൊക്കെ ഇവിടെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിസ്റ്റുകളോടോ ഈ സഭകളുടെ കുഞ്ഞാടുകളോടോ കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെറ്റകളായിട്ടുള്ള ഈ CPM-ന്റെ ഈ പേക്കൂത്തിന് മറുപടി കിട്ടുക എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഹിന്ദുവിന്റെ തലയിൽ കയറി തൂറാൻ വേണ്ടി മെനക്കെടുന്ന ഈ ചെറ്റ സഖാക്കന്മാരുടെ ഈ പരിപാടി തടഞ്ഞുകൊണ്ട് RSS-ന്റെ കൃത്യമായിട്ടുള്ള ചുണക്കുട്ടികൾ അത് തടഞ്ഞിട്ടുണ്ട്. ആ തടഞ്ഞ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. ഇനി ചിന്തിക്കുക, ശബരിമലയിൽ RSS-കാർ കയറിയില്ലായിരുന്നെങ്കിൽ, RSS-കാർ സുരക്ഷ നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ച് കാണില്ല. ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ നാപ്കിൻ പാഡുകളും അതല്ലെങ്കിൽ ആർത്തവത്തോടുകൂടിയും വ്രതം തെറ്റിച്ചുകൊണ്ടും ആചാരം അനുഷ്ഠാനങ്ങൾ ഹിന്ദുവിന്റെ അതെല്ലാം തകർത്തുകൊണ്ട് ശബരിമല എന്ന് പറയുന്ന ലോകം ഉറ്റുനോക്കുന്ന ആരാധനാലയം, ഹിന്ദുവിന്റെ ആരാധനാലയം, മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശ്രീകോവിൽ, ആ ശ്രീകോവിൽ നശിപ്പിക്കാൻ വേണ്ടി ഒരു സുപ്രീം കോടതി വിധിയും പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളെ ചൂട്ടുപിടിച്ചുകൊണ്ട് പോലീസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ജനങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും എല്ലാത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് കയറി പറ്റിയ ചെറ്റ കമ്മ്യൂണിസ്റ്റുകളും ചെറ്റ നവോത്ഥാനക്കാരെയും ആ കണ്ടം വഴി ഓടിക്കാൻ RSS-കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ RSS അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അറിയുക, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ശബരിമല ഇന്നും ഇതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് RSS-കാരുടെ ആ ഒരു ജീവത്യാഗം ത്യജിച്ചുകൊണ്ട് എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസെടുത്തുകൊണ്ട് പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്നും ഇവിടെ ആർത്തുല്ലസിച്ച് ഹിന്ദുവിന്റെ തലയിൽ ചവിട്ടി ഭരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. ഹിന്ദു എന്ന് പറയുന്ന അവൻ വെറും ഒരു മണ്ടനാണ്, ഒരു ജന്തുവാണ്. ഒരു സഹകരണവും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടു തീണ്ടായികയും അതല്ലെങ്കിൽ ജാതിയുടെ മേൽക്കോയ്മയും കീഴ്ക്കോയ്മയും കാണിച്ചുകൊണ്ട് ഇവിടെ ഇന്നും വേറിട്ട് നിൽക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ജീവിക്കുന്ന ഹിന്ദു എന്ന മണ്ടന്റെ ആ ജന്തുവിന്റെ ആ പതനം ഒന്നുകൊണ്ട് തന്നെയാണ്. ഇനി മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്. എന്തെന്നറിയാമോ?
ഈ കമ്മ്യൂണിസ്റ്റ് ഇനി ബാക്കിയിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ നരഭോജി സിസ്റ്റം ബാക്കിയിരിക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണ്. ഈ പിണറായി വിജയൻ അടക്കമുള്ളവർ പല രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കുമ്പോൾ ആ രാജ്യങ്ങളിലേക്ക് കയറുന്നതിന് മുൻപ് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഫോം ഉണ്ട്. ആ ഫോമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ടിക്ക് ചെയ്താൽ പിണറായി വിജയനല്ല, അവന്റെ അച്ഛന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാലും അവിടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലേക്കും പ്രവേശിക്കുന്നവനാണ് ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തലതൊട്ടപ്പനായിട്ടുള്ള പിണറായി വിജയൻ എന്നുള്ളത് അറിയുക. അത്തരത്തിൽ ഈ ശബരിമലയുടെ കാര്യം പറഞ്ഞു, മറ്റ് ആരാധനാലയങ്ങളിൽ ഇവർ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി RSS ശാഖയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ ഈ രാജ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണത്തിന്റെ പേരെന്താ മക്കളെ? RSS എന്ന് പറയുന്ന 3 അക്ഷരം തന്നെയാണ്. ഇന്ന് ഭാരത സൈന്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു സായുധ സൈന്യമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഈ പറയുന്ന മുന്നിൽ നടക്കുന്ന ആ ഒരു ആയുധങ്ങൾ ഇല്ലാതെ നടക്കുന്ന സൈന്യമാണെങ്കിൽ അങ്ങനെ, അത്തരത്തിലുള്ള ഒരു സൈന്യമുണ്ട്. ആ സൈന്യത്തിന്റെ പേരാണ് RSS. ഇന്ന് ലോകത്തെല്ലാം RSSന്റെ ശാഖ നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകളെ പോലെ ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ട പാവയ്ക്ക പോലുള്ള ഭാരതത്തിന്റെ ഒരു മൂലയിലുള്ള ചെറിയൊരു ഒരു കനലുണ്ടല്ലോ, ആ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും പറന്ന് അറബിക്കടലിൽ പോയി മുങ്ങിക്കെടാൻ പോകുന്ന ആ കമ്മ്യൂണിസം ഉണ്ടല്ലോ, അതല്ല RSS. RSS ലോകത്താകമാനമാണ് പ്രവർത്തിക്കുന്നത്. RSSന് ലോകത്താകമാന ശാഖകളുണ്ട്. അവിടെയൊക്കെ കൃത്യമായിട്ടും അതാത് രാജ്യങ്ങളുടെ നിയമത്തിനനുസരിച്ച് അതാത് രാജ്യങ്ങൾ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സംഘടന തന്നെയാണ് RSS. അല്ലാതെ ഇസ്ലാമിക ജിഹാദികളുടെയോ മതം മാറ്റ ലോബികളുടെയോ അവരെയൊക്കെ നോക്കുന്ന നോട്ടത്തോടെ അല്ല ലോകം RSSനെ നോക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ ചാവാലി പട്ടികണക്കെ RSSനെ നേരെ നോക്കി കുരച്ചു കഴിഞ്ഞാലും അതൊക്കെ RSSന് വെറും ഇത്രയേ ഉള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഹിന്ദുവെ, നിന്റെ ക്ഷേത്ര സംസ്കാരത്തിൽ, ക്ഷേത്രങ്ങളിൽ CPMന്റെ സമ്മേളനമായാലും കമ്മിറ്റി ആയാലും എന്ത് കുന്തമായാലും നടത്താൻ നീ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നും നീ അടിമയായിക്കൊണ്ട് അവന് വോട്ട് കുത്തി അവന്റെ ഈ പേക്കുത്തുകൾക്ക്, ഈ നരഭോജികൾക്ക് ഇത്തരത്തിൽ കാട്ടാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, നിന്റെ ശവപ്പെട്ടിയിലെ ആണി നീ പൂർണ്ണമായിട്ടും അടിക്കുന്നതിന്റെ ആദ്യ അവസാന ആണികളാണ് ഇതൊക്കെ എന്ന് കൃത്യമായും പറയേണ്ടതുണ്ട്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇനി വരാണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇവന്മാരുടെ ഈ പേക്കൂത്ത് നടക്കുന്നതിന് മുൻപ് ഓരോ ഹിന്ദുവിനും തയ്യാറായി നിൽക്കാൻ, ഇതുപോലെയുള്ള RSS ചുണക്കുട്ടികൾക്ക് തയ്യാറായി നിൽക്കാൻ പ്രചോദനമാവുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.